കെ ശങ്കർദാസിനും എൻ വിജയകുമാറിനും ഉരുക്കുമുറുകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരെ ചോദ്യം ചെയ്യണം. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇരുവർക്കും എല്ലാം അറിയാമായിരുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴി. ബോർഡിന്റെ അറിവോടെയാണ് ഇടപാട് നടന്നിരിക്കുന്നത്. പത്മകുമാറിന്റെ തീരുമാനത്തെ ഇരുവരും അംഗീകരിച്ചു എന്നുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. രണ്ടുപേരെയും പ്രതി ചേർത്തേക്കും ചോദ്യം ചെയ്യൽ ഉടനുണ്ടായേക്കും. സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് പലർക്കും ഈ കേസിൽ കുരുക്കാകുന്നത്. അത് KP ശങ്കർദാസിനാണെങ്കിലും വിജയകുമാറിനാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുവർക്കും ഇത് വ്യക്തമായി അറിയാമായിരുന്നു, ഇരുവരുടെയും സമ്മതം ഇതിനുണ്ടായിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമാണ്. ആ നിലയ്ക്ക് ഇനി ചോദ്യം ചെയ്യൽ ഉടനെ ഉണ്ടാകും ഇരുവരുടെയും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കേസിലേക്ക്, മറ്റ് കേസിന്റെ തുടർ നടപടികളിലേക്ക്, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് SIT കടക്കാനുള്ള സാധ്യത കൂടി പ്രതീക്ഷിക്കണം. തീർച്ചയായും അറസ്റ്റിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ജിൽസി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പലരിലേക്കും അന്വേഷണം എത്തുകയും അറസ്റ്റിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നത്. സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇരുവർക്കുമെതിരെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും നാളായി ഇവർ പറഞ്ഞിരുന്നത് ഇത് പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്, ഞങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മിനിറ്റ്സിലൊക്കെ ഇവർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായും ഇവർക്ക് ഒരു കുരുക്കായി നിലനിൽക്കുന്ന കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്നത് ഇരുവർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് അവർക്ക് പോകും. ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇവർ ഇതെല്ലാം അറിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോഴും പല ഘട്ടങ്ങളിലും ഈ മിനിറ്റ്സിൽ ഉൾപ്പെടെ ഒപ്പിട്ടതിന്റെ വിവരങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടരുത് എന്നുള്ളത് സംബന്ധിച്ച് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള വിവരങ്ങളോ മൊഴികളോ രേഖകളോ ഒന്നും ഇവർക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടുമില്ല ഇതുവരെ. ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇവർക്കുള്ളത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും മറ്റ് 2 ബോർഡ് അംഗങ്ങളെ ഇതിൽ പ്രതി ചേർക്കാത്തത് എന്നുള്ളത്. സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ പ്രതി ചേർക്കാനുള്ള നടപടികളിലേക്ക് പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ എന്തായാലും ഉടനുണ്ടാകുകയും ചെയ്യും ഇരുവരുടെയും. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.